ഹലോ ഹായ്. കഴിഞ്ഞ ദിവസം ഒരു സംഭവം ഉണ്ടായി. ഞാൻ കടയിൽ നിന്ന് നേരെ കറങ്ങി ഇങ്ങനെ പോണ വഴിക്ക് മഴ ഉണ്ട്, ചെറുതായിട്ട് മഴ ഉണ്ട്. പോകുമ്പോൾ മഴയില്ല, അപ്പോൾ ഇത്തിരി ഉണ്ട് എത്തി നോക്കുമ്പോൾ നല്ല മഴ വന്നു. നല്ല മഴ വന്നപ്പോൾ ഞങ്ങൾ അവിടെ അടുത്ത് ഒരു കടയിൽ കയറി നിന്നു കേട്ടോ. അപ്പോൾ കടയുടെ അവിടെ ഷട്ടർ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, അവിടെ വരാന്തയിൽ ഇങ്ങനെ നിന്നു. അപ്പോൾ ആ കടയുടെ ഫ്രണ്ട് അടച്ചിരിക്കണം, പിന്നെ കുറച്ചും കൂടി അടക്കാനുണ്ട്. അപ്പോൾ നല്ല കാറ്റും നല്ല മഴ എന്ന് വെച്ചാൽ നല്ല മഴ പെയ്തു തുടങ്ങി. അപ്പോൾ ഞങ്ങൾ ഈ വരാത്തിട്ട് അവിടെ നിൽക്കണം. അപ്പോൾ ഒരു സാരിയൊക്കെ ചുറ്റിയിട്ട് ഒരു അമ്മമ്മ ഇങ്ങനെ വന്നിട്ട് പറഞ്ഞു, എന്താ ഇവിടെ നിൽക്കണ, അകത്ത് കയറി നിൽക്കുക, നല്ല മഴയല്ലേ, കാറ്റാണ്, മഴനെക്കാട്ടിയും കൂടുതൽ കാറ്റിനെ നോക്കണിട്ട് അങ്ങോട്ട് അകത്ത് കയറിക്കാൻ പറഞ്ഞു. അങ്ങനെ ആ കടയുടെ അടുത്ത് അപ്പോൾ ഒരു സ്കൂട്ടി അവിടെ നനയാനായിട്ട് നിൽക്കേണ്ടിട്ടാണ്. അപ്പോൾ പറഞ്ഞു, സ്കൂട്ടിയും കയറ്റി വെക്കും, ഇങ്ങോട്ട് കയറ്റി വെച്ചോ, അതിന് പ്രശ്നമൊന്നുമില്ല എന്നാണ്. അപ്പോൾ ഒരു ചെറിയ മതിൽ, പകുതിയായിട്ട് നിൽക്കണ ചെറിയ മതിൽ. അപ്പോൾ ആ മതിലിൻ്റെ അവിടെ ഞാൻ ഇങ്ങനെ ചാരി നിൽക്കണം. അപ്പോൾ ഇടി വെട്ടുന്നുണ്ട്. അപ്പോൾ എനിക്കറിയില്ല ഇടി വെട്ടുമ്പോൾ മതിലുമ്പോൾ ചാരി നിൽക്കണം എന്നുള്ള കാര്യം സത്യം പറഞ്ഞാൽ അറിയില്ല. അപ്പോൾ അതിന്മേൽ ചാരി നിൽക്കല്ലേ, ഇടി വെട്ടണേ കണ്ട അങ്ങനെ മതിലുമ്പോൾ ചാരി നിൽക്കരുത്, ഇങ്ങനെ ഒറ്റക്കൊക്കെ. പിന്നെ എന്നോട് വന്നിട്ട് പറയണേ, നല്ല മഴയൊക്കെ ഉണ്ട്, കാറ്റൊക്കെ ഉണ്ട്. 1 മണിക്കൂർ ഞാനവിടെ നിന്നു, കറക്റ്റ് 1 മണി, കട കഴിഞ്ഞിട്ട് 1 മണിക്കൂർ. കാരണം നല്ല കാറ്റുണ്ട്, ഞാനിങ്ങനെ കുറച്ചിങ്ങനെ കുറയാൻ നിൽക്കുമ്പോൾ ഞാൻ പോലെ നല്ല കാറ്റുണ്ട്, മോള് പോവല്ലേ കേട്ടോ, നല്ല കാറ്റുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ആ സ്നേഹം കണ്ടപ്പോൾ സത്യം പറഞ്ഞാലുണ്ടോ എൻ്റെ ഉമ്മാനെ കുറിച്ചിട്ട് ആലോചിച്ച്. അതും ഇതേമാതിരിയാണ്. ഞമ്മ ഇങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നല്ല വെയിലാണെങ്കിൽ പറയും, ഈ വെയിലത്താ എവിടേക്കെങ്കിലും പോണേ, അകത്തേക്ക് കുറച്ച് കഴിയട്ടെ. അങ്ങനത്തെ ഒരു വ്യക്തിയാണ്. ഉമ്മാനം കാട്ടിയും കൂടുതൽ സ്നേഹം എനിക്ക് എൻ്റെ വല്യമ്മാനോടാണ്. ഇപ്പോഴും അങ്ങനെ തന്നെ. എൻ്റെ മക്കളിടക്ക് ചോദിക്കും, ഉമ്മച്ചിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരോടാണ്? അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് എൻ്റെ വല്യമ്മാനോട് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അപ്പം ഞാൻ കണക്കാരോട് ഇഷ്ടം, എനിക്കെൻ്റെ ഉമ്മച്ചിനോട് എന്നറിയും. അപ്പം ഉമ്മച്ചിൻ്റെ ഉമ്മാനോടല്ല ഇഷ്ടം വരണ്ടേ? ഞാൻ പറഞ്ഞേ, എനിക്കെൻ്റെ വല്യമ്മാനോടാണ് ഇഷ്ടം, ഉമ്മച്ചിനോട് ഇഷ്ടമല്ലാണ്ടല്ല, എനിക്ക് കൂടുതൽ ഇഷ്ടം എൻ്റെ വല്യമ്മാനോടാണെന്ന് പറയും. കാരണം വല്യമ്മാൻ്റെ എൻ്റെ ചെറിയ പ്രായത്തിൽ വല്യമ്മ അവിടെ നിന്ന് വടക്കാഞ്ചേരിയിൽ നിന്ന് ബസ് കയറി വരുമ്പോൾ ഞങ്ങൾക്കുള്ള പലഹാരങ്ങളായിട്ടാണ് എൻ്റെ വല്യമ്മ എല്ലാ മാസവും എൻ്റെ വല്യമ്മ ഒരു 10:30 ആ ബസ് ഞങ്ങളവിടെ എത്തുക. വടക്കാഞ്ചേരിയിൽ നിന്ന് നേരിട്ടുണ്ട് ഇങ്ങോട്ട്. ആ ബസ് അവിടെ എത്തുമ്പോൾ ഒരു ചാക്ക് നിറച്ച് ഞങ്ങൾക്കുള്ള പലഹാരങ്ങളും വീട്ടിലേക്കുള്ള സാധനങ്ങളും ഒക്കെ ആയിട്ടാണ് വല്യമ്മ വരിക. 11:45 ഉണ്ട് ആ ബസ് റിട്ടേൺ പോവുക. ആ ബസ്സിൽ വല്യമ്മ റിട്ടേൺ പോവുകയും ചെയ്യും. വെക്കേഷനാകുമ്പോൾ ഞങ്ങൾക്ക് വല്യമ്മാൻ്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഭയങ്കര ആഗ്രഹമാണ്. ഞങ്ങൾ വേഗം വെക്കേഷനാകുമ്പോൾ വേഗം പോകും. പക്ഷേ കയ്യിലും കൂടുതൽ നമ്മളൊരു ഉമ്മ ആവുമെന്നറിയില്ലേ, ആ പ്രസവ സമയത്ത് എൻ്റെ വല്യമ്മണ് എന്നെ നോക്കിക്കണം മൊത്തം. എൻ്റെ കുട്ടീൻ്റെ കാര്യങ്ങളും ഒക്കെ എൻ്റെ വല്യമ്മണ് എന്നെ നോക്കിക്കണം. കാരണം ഞാൻ ഭക്ഷണം കഴിക്കാനൊക്കെ ഭയങ്കര ദേഷ്യവും. പിന്നെ എന്താണ്, രാവിലെ 7 മണിക്ക് മരുന്ന് കയറ്റിയിട്ട് ഉള്ളിലേക്ക്, അപ്പോൾ ചൂടുള്ള വെള്ളം തരാൻ പാടുള്ളൂ, വയറ് കഴുകിയിട്ട് കയറണില്ല. 7 മണിക്ക് പ്രസവിക്കാൻ വേണ്ടിയിട്ട് റൂമിൽ കയറ്റി വെക്കുമ്പോൾ വല്യമ്മ ഉണ്ട് കേട്ടോ, വല്യമ്മ ഉണ്ട്, ഭർത്താവിൻ്റെ ഉമ്മ ഉണ്ട്. അപ്പോൾ 7 മണിക്ക് കയറ്റിയപ്പോൾ ഞങ്ങൾ 3 പേരാണ്. അപ്പോൾ ബസ്സിലുള്ള ആൾ പ്രസവിച്ചു, പിന്നെയുള്ള ആൾ പ്രസവിച്ചു. പിന്നെ രാവിലെ 7 മണി, 2 മണിയായി ഞാൻ പ്രസവിച്ചില്ല, 3 മണിയായി ഞാൻ പ്രസവിച്ചില്ല. ഇടയ്ക്കിടക്കാണ് എനിക്ക് വേദന വരുന്നുള്ളൂ. കുറേ കഴിഞ്ഞിട്ടും പ്രസവം. ലാസ്റ്റ് 8:30 ആയപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇനി നിൽക്കാൻ പറ്റില്ല, കുറേ വേദന കുട്ടി സഹിച്ച്, ഇനി ആ കുട്ടീനെ കൊണ്ട് പറ്റൂല. വലിയ എൻ്റെ മോള് പ്രസവിക്കും, എൻ്റെ മോൾ എന്തായാലും പ്രസവിക്കും. എൻ്റെ മോൾ അങ്ങനെ പണിയൊക്കെ എടുത്തിട്ടുള്ളതാണ് വീട്ടിൽ. എൻ്റെ മോൾ എന്തായാലും പ്രസവിക്കും. അവിടുന്ന് 8:35 വലിയപ്പോൾ അത് പറഞ്ഞങ്ങോട്ട് പോകുമ്പോഴത്തേനും 8:35 ആകുമ്പോഴത്തേനും കറക്റ്റിന് ഞാൻ പ്രസവിക്കും കേട്ടോ. ആ പ്രസവിച്ചിട്ട് ആ 40 ദിവസം വരെ എന്ന് പറഞ്ഞാൽ എന്നെ കുളിപ്പിക്കണ ആണെങ്കിലും എനിക്ക് ഭക്ഷണം തരുന്നതാണെങ്കിലും ഉമ്മ ഉണ്ട്. പക്ഷെ കൂടുതൽ വല്യമ്മയാണ് കുട്ടീനെ കുളിപ്പിക്കണതും എനിക്ക് ഭക്ഷണം തരുന്നതും. എനിക്കാണെങ്കിലോ ഭയങ്കരമായിട്ട് പെട്ടെന്ന് ഞാൻ ഉറങ്ങിപ്പോവും. എൻ്റെ സ്വഭാവം വെച്ചിട്ടാണെങ്കിൽ ചെറുപ്പത്തിൽ ഞാൻ ഒരു 7 മണിയാകുമ്പോഴത്തേനും, വൈകുന്നേരം ഇപ്പോഴാണ് 9:30 10 മണിയൊക്കെ ആകുമ്പോൾ ഉറങ്ങണത്. ഫസ്റ്റൊക്കെ ഞാൻ 7 മണിയാകുമ്പോഴത്തേനും ഞാൻ കയറി കിടന്നുറങ്ങും. ഞാൻ ഉറങ്ങിയാലും വല്യമ്മ അങ്ങനെ വിളിക്കും, മോളെ, ഞാൻ ദേഷ്യം പിടിക്കുമെന്ന് വിചാരിച്ചിട്ട്, മോളെ ഉണ്ണിക്ക് പാൽ കൊടുക്കണ്ടേ, മോളെ ഉണ്ണിക്ക് പാൽ കൊടുക്കണ്ടേ. പിന്നെ നമ്മളെ കുളിപ്പിച്ച് തരാനാണെങ്കിലും അതിലൊക്കെ ഇന്നലെ ആ അമ്മാമ്മനെ കണ്ടപ്പോൾ എനിക്ക് അപ്പൻ്റെ വല്യമ്മാൻ്റെ ഓർമ്മ വന്നത്. കാരണം അത്രക്ക് ഞങ്ങൾക്ക് വേണ്ടിയിട്ടൊരു കഷ്ടപ്പെട്ടിരുന്നു പറഞ്ഞാൽ, അത്രക്ക് മൂപ്പരെ തറവാട് വിറ്റിട്ടാണ് ഞങ്ങൾ കല്യാണം കഴിച്ചത്. അപ്പോൾ അതൊക്കെ ആലോചിക്കുമ്പോഴല്ലോ ഇന്നും പടച്ചോനെ, എൻ്റെ വല്യമ്മ ഞങ്ങൾക്ക് വേണ്ടിയിട്ടാണല്ലോ അങ്ങനെയൊക്കെ ചെയ്യണത്.
എപ്പോൾ വേണമെങ്കിലും ഞങ്ങൾ വെക്കേഷൻ ആയാലും പോയാൽ ഉമ്മ പോവില്ല. ഉമ്മ പോകുമ്പോൾ വല്യമ്മക്ക് അവിടെ കട പീടി കച്ചവടമൊക്കെ ഉണ്ട്, പശുവൊക്കെ ഉണ്ടായിരുന്നു. ഓരോ ഉമ്മ പോകുമ്പോഴും ഓരോ പശു വല്യമ്മാൻ്റെ വെക്കും. ഇവിടുന്ന് തൊട്ടിട്ട് ഇവിടെയും വരെ വല്യമ്മക്ക് അമ്മലിട്ടിണ്ടായിരുന്നു. ഞങ്ങളെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുണ്ട് വല്യമ്മ അത് ഓരോ ആവശ്യങ്ങൾ ഞങ്ങൾക്ക് വരും. ആവശ്യങ്ങൾക്ക് ഓരോന്നിന് വിൽക്കും. ഞങ്ങൾക്കൊരു ഡ്രസ്സ് എടുത്ത് തരണമെങ്കിലാണെങ്കിലാട്ടെ വല്യമ്മ അവിടെ നിന്ന് കൊടുത്തയക്കും, ഡ്രസ്സാണെങ്കിലും കൊടുത്തയക്കും. പക്ഷെ അന്ന് ഞങ്ങൾക്ക് ഉമ്മ മാത്രമേ ഉണ്ടായിരുന്നു. ഉമ്മാൻ്റെ ഒരു ചെറിയൊരു കൂലിപ്പണിയായിരുന്നു ഉമ്മക്ക്. കൂലിപ്പണിക്ക് ഉമ്മ പോയിട്ട് വേണം ഞങ്ങളെ നോക്കാൻ. അപ്പോൾ വല്യമ്മാൻ്റെ കൂടി സഹായത്തിലാണ് ഞങ്ങൾ 3 മക്കളെ എൻ്റെ ഉമ്മ വളർത്തി. കുറച്ചായപ്പോൾ ആങ്ങളെ പണിക്ക് പോകാനായപ്പോൾ ഉമ്മ സിമൻറ്റ് പണിക്ക് പോകും. പോകുമ്പോൾ എൻ്റെ ഉമ്മ അവിടുന്ന് ഇത് കിട്ടും, പരിപ്പുവട. പരിപ്പുവട എൻ്റെ ഓർമ്മയിൽ നിൽക്കണം. പരിപ്പുവട കിട്ടുമ്പോൾ ഞങ്ങൾ 3 മക്കൾക്ക് 10 മണിക്ക് തിന്നാൻ കൊടുക്കണം ചായക്ക്. 3 മക്കൾക്ക് ഓരോ പീസാക്കിയിട്ട് തരും. വീട്ടിൽ വന്നിട്ട് ഞങ്ങളതും കാത്തിരിക്കും. 3 ഒരെണ്ണം ഉമ്മാക്ക് കിട്ടുള്ളൂ. അത് 3 പീസാക്കും ഒരു പരിപ്പുവട. അതൊക്കെ നമുക്ക് ഇപ്പം ആലോചിക്കുമ്പോൾ ഉണ്ടല്ലോ. അപ്പം ഞാൻ ആ അമ്മാമ്മനെ കണ്ടപ്പോൾ വേഗം എൻ്റെ വല്യമ്മാനാണ് ആലോചിച്ചത്. എൻ്റെ വല്യമ്മ അങ്ങനെയല്ല ഞങ്ങളെ കൊണ്ട് നടന്നിരുന്നത്. ഞാൻ പ്രസവിച്ചിട്ടാണെങ്കിലും കുറേ എൻ്റെ വല്യമ്മ കഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ടിട്ടുണ്ട് ആരാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും എൻ്റെ വല്യമ്മയാണ്. എനിക്ക് വേണ്ടിയിട്ട് എൻ്റെ പ്രസവത്തിനാണെങ്കിലും വലുതായിട്ട് എൻ്റെ കല്യാണം കഴിഞ്ഞ് എൻ്റെ പ്രസവത്തിനാണെങ്കിൽ പോലും എൻ്റെ വല്യമ്മനിക്കത് പറയുമ്പോൾ സങ്കടം തന്നെ പിടിച്ച് നിൽക്കണം. എൻ്റെ വല്യമ്മ കഷ്ടപ്പെട്ടിരിക്കണം. അപ്പം എനിക്ക് ആ അമ്മാമ്മനെ കണ്ടപ്പോൾ വേഗം എൻ്റെ വല്യമ്മാൻ്റെ ഓർമ്മ, പെട്ടെന്ന് എൻ്റെ വല്യമ്മാൻ്റെ ഓർമ്മ വന്നു. എങ്ങനെ ആലോചിച്ച് പഠിച്ചോനെ എൻ്റെ വല്യമ്മ എത്ര ഇതാണെങ്കിലും ഞാൻ പ്രസവിച്ച് കിടക്കുമ്പോൾ ഉറക്കത്തിൽ നിന്ന് വിളിക്കുമ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് ചൂടാവും. ഒന്നുറങ്ങട്ടെ വല്യമ്മ, ഒന്നുറങ്ങും. പിന്നെ കുട്ടി കരയണ, കുട്ടിക്ക് പാല് കൊടുക്ക്, നീ കുട്ടിക്ക് പാല് കൊടുക്ക്. എൻ്റെ കുട്ടിയാണെങ്കിലോ രാത്രി എന്ന് പറയണ ഈ കുട്ടി ഉറങ്ങൂല. രാവിലെ 6 മണിക്ക് ഉറങ്ങാൻ ഉദ്ദേശിച്ച കുട്ടി 6 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ ഈ കുട്ടി ഉറങ്ങും. രാത്രി കുട്ടി കരയില്ലേ, കുട്ടി കരഞ്ഞ് ആ പരിസരത്ത് ലാസ്റ്റ് കുട്ടിക്ക് ശ്വാസം കിട്ടാണ്ടാവും. കരച്ചിൽ തന്നെ. പാല് കൊടുത്താലും കുട്ടി കരയും. നേരം വെളുത്താൽ ഈ കുട്ടിക്ക് ഒരു കുഴപ്പമില്ല. ഈ കയ്യിൽ പിടിച്ചിട്ട് ഇങ്ങനെ ഇരുന്നാട്ടും. ഇങ്ങനെ ഇരുന്നിട്ട് അതിൻ്റെ ഇടയിൽ ഓരോ അരമണിക്കൂർ ഈ കുട്ടി മൂത്രയിക്കുമല്ലോ. മൂത്രയിച്ചെന്നെ വിളിക്കും, റംലോ എനിക്ക് പാല് കൊടുക്കും, കുറച്ച് പാല് കൊടുക്കാൻ ഉറങ്ങിക്കോ, ഉമ്മ നോക്കിക്കോണ്ട്. അത് രാത്രി ഉറങ്ങൂല. നേരം വെളുത്തിട്ട് എൻ്റെ കാര്യങ്ങൾ നോക്കണം. ഉണ്ണിയുടെ തുണിയായാലും എൻ്റെ കാര്യങ്ങളായാലും ഒക്കെ വല്യമ്മ നോക്കണം. അപ്പോൾ നമുക്ക് അപ്പോൾ എൻ്റെ മോൻ എന്നോട് ചോദിച്ചപ്പോഴായാലും എന്നോട് ഉമ്മച്ചിക്ക് ഉമ്മാൻ്റെ ഇഷ്ടം. എൻ്റെ ഉമ്മാനെ എനിക്ക് ഇഷ്ടമുണ്ട്, പക്ഷെ അതിലും കൂടുതൽ ഇഷ്ടം എനിക്ക് എൻ്റെ വല്യമ്മക്കാണ്. എനിക്ക് ആരാണ് ഇഷ്ടമെന്ന് വെച്ചാൽ നീ വേഗം പറയുമല്ലോ. ഉമ്മച്ചിൻ്റെ ഇഷ്ടം കുറച്ച് കഴിഞ്ഞാൽ അവിടെ ഉമ്മ ചോദിക്കുമ്പോൾ ഉമ്മാനോട് അറിയേ ഉമ്മാനാണ് ഇഷ്ടമെന്ന് പറയും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഓരോ കാര്യങ്ങൾ. അപ്പോൾ ഞാൻ ആ അമ്മാമനെ കണ്ടപ്പോൾ കറക്റ്റായിട്ട് ഞാൻ എൻ്റെ വല്യമ്മാനെ ആലോചിച്ച്. ഓക്കെ, ബായ്.